കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാലിശമായ തന്ത്രങ്ങളിലൂടെ കള്ളം പറഞ്ഞ് രാജ്യത്തെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മോദി കുറ്റപ്പെടുത്തി. അഴിമതിയുടെ നീണ്ട ചരിത്രമുള്ള കോൺഗ്രസ് രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്നും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. दुनिया के सबसे बड़े चुनाव अभियान में जनता ने हमें चुना है और आदरणीय सभापति जी, मैं कुछ लोगों की पीड़ा समझ सकता हूं. ജനാധിപത്യത്തോട് അസഹിഷ്ണുതയുള്ളതാണ് കോൺഗ്രസിന്റെ സമീപനം. ഘടകകക്ഷികളുടെ കാരുണ്യത്തിലാണ് 99 സീറ്റ് കിട്ടിയത്. പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി നിരാശനായ കുട്ടിയുടെ സ്വഭാവമാണ് കാട്ടുന്നത്. കള്ളമല്ലാതെ ഒന്നും പറയാത്ത രീതിയിലാണ് പ്രവർത്തനം. कांग्रेस भी जिस पार्टी के साथ गठबंधन करती है उसी के वोट खा जाती है और अपनी सहयोगी पार्टी की कीमत पर वो फलती फूलती है और इसलिए कांग्रेस परजीवी कांग्रेस बन चुकी है. ഭരണഘടനയെ അപമാനിച്ചത് കോൺഗ്രസ് ആണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച മാനസികതയുടെ പിന്തുടർച്ചയാണ് അനുവർത്തിക്കുന്നത്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിനെ ജവഹർലാൽ നെഹ്റു അപമാനിക്കാൻ ശ്രമിച്ചു. നെഹ്റു ദളിത് വിരുദ്ധനായിരുന്നു. സംവരണത്തിനെതിരെ മുഖ്യമന്ത്രിമാർക്ക് കത്തെഴുതിയ ആളായിരുന്നു ജവഹർലാൽ നെഹ്റു. കേരളത്തിലെ BJPയുടെ വിജയം മാറുന്ന രാഷ്ട്രീയ അന്തരീക്ഷത്തിന്റെ തെളിവാണെന്ന് നരേന്ദ്രമോദി അവകാശപ്പെട്ടു. केरला में इस बार खाता खोला है और बड़े गर्व के साथ केरला से हमारे सांसद हमारे साथ बैठते. ഹിന്ദുക്കൾക്കെതിരായാണ് കോൺഗ്രസിന്റെ ചിന്തയും പ്രവൃത്തിയുമെന്ന് മോദി വിമർശിച്ചു. നരേന്ദ്രമോദിയുടെ പ്രസംഗം ആരംഭിച്ചപ്പോൾ മുതൽ സഭ പ്രക്ഷുബ്ധമായിരുന്നു. നാളെ രാജ്യസഭയിലും നരേന്ദ്രമോദി നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഉപസംഹരിച്ച് സംസാരിക്കും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി.